എമൗണ്ടിൻ്റെ അവിടെ 90,000 ആയിരുന്നല്ലേ, 1 lakh കൊടുക്കരുത്, നമുക്ക് ബാലൻസ് ഇനി 90,000 കൊടുക്കാനുള്ളൂ. കാരണം എന്താ, 10,000 നമ്മൾ റിട്ടേൺ ചെയ്തില്ലേ. ഹായ് ഹലോ, വെൽക്കം ടു എൻട്രി എലവേറ്റ്. എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്. ഞാൻ എൻട്രി ആപ്പിലെ SAPയുടെ ലീഡ് മെൻറ്ററാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് പർച്ചേസ് ഇൻവോയ്സ് ചെയ്യാമെന്നും വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നോക്കിയല്ലേ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം എന്നുള്ളത്. പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പർച്ചേസ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു ഗുഡ്സ് ഇപ്പോൾ ABC എന്ന് പറഞ്ഞ കമ്പനിയുടെ നിന്ന് പർച്ചേസ് ചെയ്തു, ഒരു 1 lakh rupees ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതിനകത്ത് ഒരു 5,000 രൂപയുടെ ഗുഡ്സ് എനിക്ക് കംപ്ലൈൻറ്റ് വന്നു, അല്ലെങ്കിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ റിട്ടേൺ ചെയ്യും അല്ലേ. സോ അതിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ SAPയിൽ നമ്മൾ എങ്ങനെ അതിനെ റിട്ടേൺ ട്രാൻസാക്ഷൻ ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ എന്താ വേണ്ടത്, ലെഡ്ജർ അക്കൗണ്ട് വേണം. നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും അവിടെ അതിനനുസരിച്ചുള്ള ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്കിവിടെ പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ നമുക്ക് പർച്ചേസിൻ്റെ ലെഡ്ജർ വേണം, അതുപോലെ തന്നെ വെൻഡറിൻ്റെ അക്കൗണ്ടിനായിട്ട് സണ്ടർ ക്രെഡിറ്റേഴ്സിൻ്റെ ലെഡ്ജർ വേണം, പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേണിൻ്റെ ലെഡ്ജറും വേണം. സോ നമ്മളിവിടെ FS00 നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാം. സോ അതിൻ്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ FS00 എന്ന് പറയുന്ന T കോഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ എൻ്റെ കമ്പനി കോഡ് വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കമ്പനി കോഡ് ഏതാണോ അത് വെച്ച് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ഏതൊക്കെ ലെഡ്ജേഴ്സാണ് വേണ്ടേ, എക്സ്പെൻസിൻ്റെ അണ്ടറിൽ പർച്ചേസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ദെൻ നമുക്കിവിടെ ഇൻകത്തിൻ്റെ അണ്ടറിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ടാണ് വേണ്ടത്. സോ പർച്ചേസും ഉണ്ട്, പർച്ചേസ് റിട്ടേണും ഉണ്ട്. ദെൻ നമുക്ക് ലയബിലിറ്റിയുടെ അണ്ടറിൽ സണ്ടറി ക്രെഡിറ്റേഴ്സും ആവശ്യമുണ്ട്. സോ ആ സണ്ടറി ക്രെഡിറ്റേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് നോക്കേണ്ടത് എന്നുള്ളത് നോക്കാം. സോ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് എക്സ്പെൻസിലും, അതിന് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അതിന് ഇൻകത്തിലും അതിന് നമ്മൾ എന്ത് കാണിക്കണ്ടേ, അണ്ടേഴ്സിലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സെറ്റിങ്സ് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ അവിടെ നമുക്കിവിടെ അക്കൗണ്ട് ഗ്രൂപ്പായിട്ട് ഇൻകം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അണ്ടർ ഇൻകം എന്ന് പറയുമ്പോൾ P&L അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരിക. ദെൻ ഷോർട്ട് ടെക്സ്റ്റും ലോൺ ടെക്സ്റ്റ് ആയിട്ട് ഞാൻ അവിടെ പർച്ചേസ് റിട്ടേൺ എന്ന് കൊടുത്തു. ദെൻ കൺട്രോൾ ഡാറ്റയിൽ അവിടെ കറൻസി കൊടുത്തിട്ടുണ്ട്, ബാലൻസിൽ ലോക്കൽ കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ താഴേക്ക് നോക്കുമ്പോൾ ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ സോർട്ടിക്ക് 001 നമുക്ക് സോർട്ട് ചെയ്യുന്നത് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാവണം കാരണം അവിടെ സോർട്ടിക്ക് 001 കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കവിടെ ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൻ്റെ അവിടെ G001 ആണ്, നോർമലായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫീൽഡ് സ്റ്റാറ്റസ് ആണ് കൊടുത്തേക്കുന്നത്. G001 അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കൊടുത്ത് കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എന്തായി, പർച്ചേസ് റിട്ടേൺ അവിടെ ക്രിയേറ്റ് ആയി. സോ ഇനി നമുക്ക് ട്രാൻസാക്ഷൻസിലേക്ക് പോകാം. സോ ട്രാൻസാക്ഷൻസിൻ്റെ ആ ഓർഡർ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അവിടെ ഒരു റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പർച്ചേസ് അവിടെ വേണ്ടേ. പർച്ചേസ് അവിടെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ആ ഒരു ഗുഡ്സിനെ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ എൻ്റെ വെൻഡർ ആയിട്ടുള്ള ഓൾറെഡി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അരുൺ എന്നൊക്കെ പറഞ്ഞ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ എൻ്റെ വെൻഡർ ആയിട്ടുള്ള അരുണിൻ്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 1 lakh rupees ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അതിനകത്തൊരു 10,000 rupees ഗുഡ്സ് ഞാൻ റിട്ടേൺ ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ അവിടെ പർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുക, F-43 പോയി ദെൻ അതിൻ്റെ റിട്ടേൺ ചെയ്യുക, ദെൻ അതിൻ്റെ റിപ്പോർട്ട് നോക്കുക, റിപ്പോർട്ട് നോക്കിയിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പോലെ ഏതായിരുന്നു T കോഡ് /n F-43. ഓക്കെ, സോ /n F-43 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസിനും വരുന്ന പോലെ തന്നെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, കമ്പനി കോഡ്, പീരീഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ്, ഇന്നത്തെ ഡേറ്റ്. ദെൻ ഡോക്യുമെൻറ്റ് ടൈപ്പ് വന്നിട്ടുണ്ട്, പീരീഡ് അവിടെ 12ാമത്തെ പീരീഡ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിപ്പോൾ മാർച്ച് മാസം ആയതുകൊണ്ട് ടോട്ടൽ പീരീഡ് എന്ന് പറയുന്നത് 12 വന്നേക്കുന്നത്. കാരണം നമ്മുടെ ഏപ്രിൽ ടു മാർച്ച് അല്ല ഫിനാൻഷ്യൽ ഇയർ. സോ അതിനനുസരിച്ചാണ് ലാസ്റ്റത്തെ മന്തായിട്ട് മാർച്ച് വന്നേക്കുന്നത്, 12 അവിടെ വന്നേക്കുന്നത്. പീരീഡ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മന്താണ്, അത് ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്ത്. ദെൻ അവിടെ കമ്പനി കോഡ് കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, കറൻസിയും വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ പോസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 31 എന്ന് പറയുന്ന പോസ്റ്റിംഗ് വന്നത് വെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ വെൻഡേഴ്സിന് അവിടെ 31 എന്ന് പറഞ്ഞ പോസ്റ്റിംഗ് വന്നാൽ മാത്രമേ നമ്മളവിടെ അക്കൗണ്ടിൻ്റെ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് വരുള്ളൂ, എൻ്റെ വെൻഡറിൻ്റെ നെയിം അവിടെ വരുള്ളൂ. ഇനി അതല്ല അവിടെ 40, 50 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ വെൻഡേഴ്സ് വരില്ല, എന്താ വരുള്ളൂ, എൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സ് വരുള്ളൂ. പക്ഷേ ഇവിടെ 31 ആയതുകൊണ്ട് ഇവിടെ എന്തായി, എൻ്റെ 2 വെൻഡേഴ്സ് ABC എന്ന് പറയുന്ന വെൻഡറും ഉണ്ട്, അരുൺ എന്ന് പറയുന്ന വെൻഡറും ഉണ്ട്. സോ ഞാനിവിടെ അരുണിനെ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അരുണിൻ്റെ കയ്യിൽ നിന്ന് 1 lakh rupees ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. സോ അരുണിനെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പേജിൽ പോവുക, എൻ്റർ കൊടുത്ത് എമൗണ്ടിൻ്റെ അവിടെ 1 lakh കൊടുക്കുക. ദെൻ ബിസിനസ് ഏരിയ, ടെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഫോർ ക്രെഡിറ്റ് ഫ്രം അരുൺ. ദെൻ പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അരുണിൻ്റെ ഇത് ഓൾറെഡി നമ്മൾ എവിടെ കൊടുത്തേ,
ക്രെഡിറ്റ് സൈഡിലാണ് കൊടുത്തത്. സോ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എവിടെ വരണ്ടേ? ഡെബിറ്റ് സൈഡിൽ വരണ്ടേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ എന്നും പറഞ്ഞല്ലേ അതിന്റെ ജേണൽ എൻട്രി വരാം. സോ അവിടെ പർച്ചേസ് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ഡെബിറ്റിന്റെ പോസ്റ്റിംഗ് വരുന്നത് എത്രയാ? 40 ആണ്. സോ അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. സോ എമൗണ്ട് അവിടെ സെയിം ആയിട്ട് വരാൻ നമുക്കറിയാം. സ്റ്റാർ കൊടുക്കുക, ബിസിനസ് ഏരിയ, ടെക്സ്റ്റ് അവിടെ കഴിഞ്ഞ പേജിലത്തെ പോലെ സെയിം ആയിട്ട് വരാൻ പ്ലസും കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ പേജിൽ എങ്ങനെയാണോ നമ്മൾ കൊടുത്തത് അതേപോലെ തന്നെ എമൗണ്ടും ടെക്സ്റ്റും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കൊടുത്ത് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അവിടെ 1 lakh rupees ഗുഡ്സ് അവിടെ അരുണിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യണം. അതിനകത്ത് അരുൺ എനിക്ക് ഗുഡ്സ് തന്നതിനപ്പോൾ അവിടെ പറ്റിയ എന്താ? ഒരു 10,000 rupees ഗുഡ്സ് അവിടെ ഡാമേജ് വന്ന് പൊട്ടിപ്പോയി. അതെനിക്ക് വെറുതെ ക്യാഷ് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ലേ? സോ അവിടെ എന്ത് ചെയ്യും? ഞാൻ അതിന് നേരെ എനിക്കത് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ അവിടെ എന്ത് ചെയ്യും? അരുണിന് ആ 10,000 രൂപയുടെ ഗുഡ്സ് അവിടെ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന സ്റ്റെപ്പാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അത് ഓപ്പൺ ചെയ്യാനായിട്ട് /n FBL1N ആണെന്നറിയാം അല്ലേ? സോ /n FBL1N വന്ന് ഇന്നത്തെ ഡേറ്റ് വെച്ച് ഞാനൊന്ന് ഓപ്പൺ ചെയ്യണം. യെസ്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ പേരിൽ എനിക്കിവിടെ 1 lakh rupees ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ബാലൻസ് ഇവിടെ 1 lakh വന്നിട്ടുണ്ട്. റെഡ് കളറിൽ വന്നേക്കുന്നത് ഓപ്പൺ ആയിട്ടാണ്. സോ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓൾറെഡി എന്തെങ്കിലും പൈസ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്. സോ ഇവിടെ വെൻഡർ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈസ കൊടുക്കാനായിരിക്കും. ഒരാളുടെ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അവിടെ പൈസ കൊടുക്കാനായിരിക്കും. ഞാനവിടെ ഒരാൾക്ക് സെല്ല് ചെയ്ത് അയാളുടെ നിന്ന് പൈസ വാങ്ങിക്കാനായിരിക്കും അല്ലേ? സോ ഇവിടെ അരുണിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 1 lakh rupees ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ 10,000 rupees ഡാമേജ് വന്നാൽ ഇനി അത് റിട്ടേൺ ചെയ്യണം. സോ അവിടെ 10,000 അവിടെ റിട്ടേൺ ചെയ്ത് ബാലൻസ് ഇവിടെ എനിക്ക് കാണിക്കണം. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള T കോഡാണ്, റിട്ടേൺ ചെയ്യാനായിട്ടുള്ള T കോഡാണ് /n F-41 /n F-41 F-43 എന്ന് പറയുന്നത് പർച്ചേസ് ഇൻവോയ്സ് ചെയ്യാൻ, F-41 എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാൻ. ഓക്കെ, സോ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ വന്നു. സോ ഈ ഒരു പേജിൻ്റെ നെയിമാണ് വെൻഡർ ക്രെഡിറ്റ് മെമോ. സോ വെൻഡർ ക്രെഡിറ്റ് മെമോ മീൻസ് പർച്ചേസ് റിട്ടേൺ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ പർച്ചേസ് റിട്ടേൺ ചെയ്യാനായിട്ട് ഞാനിവിടെ ഡോക്യുമെൻ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്പനി കോഡും കറൻസിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പോസ്റ്റിംഗ് ഇവിടെ വ്യത്യാസമുണ്ട്. നേരത്തെ പർച്ചേസ് ചെയ്തപ്പോൾ 31 ആയിരുന്നു, ഇവിടെ എത്ര വന്നു? 21 ആണ് വന്നേക്കുന്നത്. സോ ഈ 21 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആയിരിക്കും? അപ്പോൾ പർച്ചേസ് റിട്ടേണിൻ്റെ ആണ്. സോ അവിടെ 21 വന്നേക്കുന്നത് കൊണ്ട് നമുക്ക് സെർച്ച് ബോക്സിൽ നിന്ന് വെൻഡേഴ്സിൻ്റെ നെയിം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അരുണിനല്ല റിട്ടേൺ ചെയ്യുന്നത്. സോ അരുണിന് ഏത് വെൻഡറിനാണോ റിട്ടേൺ ചെയ്യുന്നത് അയാളെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ എമൗണ്ടിൻ്റെ അവിടെ എത്ര റുപ്പീസിൻ്റെ ഗുഡ്സ് ആണോ റിട്ടേൺ ചെയ്യുന്നത്? 10,000 rupees ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ബിസിനസ് ഏരിയ, ടെക്സ്റ്റിൻ്റെ അവിടെ റിട്ടേൺ ഗുഡ്സ് റിട്ടേൺ എന്നും പറഞ്ഞു കൊടുത്തു. ഫോർ അരുണെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി പോസ്റ്റിംഗ് ഇവിടെ എത്രയാണ് വരിക? പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി വരാമെന്നൊന്ന് ആലോചിക്കാം. നമുക്ക് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുണാണ്. സോ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? നേരെ ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ. സോ അരുൺ ഡെബിറ്റിൽ വരും, ക്രെഡിറ്റിൽ ഇനി ഏത് വരും? പർച്ചേസ് റിട്ടേൺ വരും. സോ അരുണിനെ നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ എന്താ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്? പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റിലാണ് കൊടുക്കേണ്ടത്. സോ ക്രെഡിറ്റിൽ നമുക്ക് വരുമ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് എത്ര വരാം? നമ്മൾ ഡെബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 40 ആണെന്ന് നമുക്ക് അതിൻ്റെ പേജിൽ കൊടുത്തു. ഇനി ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ടത് 50 ആണ്. സോ 50 എന്ന് പറയുന്ന പോസ്റ്റിംഗ് കൊടുത്ത് അക്കൗണ്ടിൻ്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും അവിടെ പോയി ക്രിയേറ്റ് ചെയ്യേണ്ട വരും. എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാർ, ബിസിനസ് ഏരിയ, ടെക്സ്റ്റ് ഇത്രയും കൊടുത്ത് എൻ്റർ കൊടുക്കുക. സെയിം പോലെ തന്നെ വരാൻ വേണ്ടി ഇത്രയും കൊടുത്ത് എൻ്റർ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അവിടെ ട്രാൻസാക്ഷൻ അവിടെ സേവ് ആയിട്ടുണ്ട്. സോ ഇവിടെ 1 lakh rupees പർച്ചേസ് ചെയ്ത് 10,000 rupees നമ്മളിവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ആ റിട്ടേൺ ചെയ്തതിൻ്റെ റിപ്പോർട്ടൊന്ന് നോക്കണ്ടേ ബാലൻസ് അവിടെ കുറഞ്ഞോ എന്നുള്ളത്? സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ /n FBL1N തന്നെ പോയി ഇന്നത്തെ ഡേറ്റിൽ ഞാൻ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യണം. യെസ്, ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് അവിടെ വന്നില്ലേ? കുറഞ്ഞില്ലേ? 1 lakh rupees അവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ചെയ്തു, 10,000 rupees അവിടെ റിട്ടേൺ ചെയ്തു, ബാക്കി അവിടെ 90,000 ആണ് അവിടെ വന്നേക്കുന്നത്. സോ ഇനി ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1 lakh കൊടുക്കണ്ട. എത്ര റുപ്പീസിൻ്റെ ഗുഡ്സ് ആണോ നിങ്ങൾ റിട്ടേൺ ചെയ്ത് ആ റിട്ടേൺ ചെയ്തത് കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട്
ഈ 1,19,000 റുപ്പീസ് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യും. ഇനി നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് അറിയാലോ. ഏതാ? F-53. F-53 പോയി നിങ്ങൾക്ക് എത്രയാണോ ബാലൻസ് ചെയ്യാനുള്ള ആ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഓക്കെ, സോ നമുക്കത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് /n F-53 പോവാം. F-53 പോയി ഡോക്യുമെൻറ്റ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തു. ദെൻ ക്ലിയറിങ്ങിൻ്റെ അവിടെ പെയ്ഡ് ടു ക്യാഷ് പെയ്ഡ് ടു അരുൺ. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ ബാങ്ക് ഡാറ്റയുടെ അവിടെ അക്കൗണ്ടിൻ്റെ അവിടെ നമ്മൾ എപ്പോഴും എന്താ സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ ബാങ്ക് വഴിയാണോ പൈസ കൊടുത്തതെന്നുള്ളത്. സോ ഞാനവിടെ ക്യാഷ് ആയിട്ട് കൊടുത്തേ. ദെൻ ബിസിനസ് ഏരിയ കൊടുക്കാം. എമൗണ്ടിൻ്റെ അവിടെ 90,000 ആയിരുന്നല്ലേ, 1 lakh കൊടുക്കരുത്. നമുക്ക് ബാലൻസ് ഇനി 90,000 കൊടുക്കാനുള്ളൂ. കാരണം എന്താ? 10,000 നമ്മൾ റിട്ടേൺ ചെയ്തില്ലേ. ദെൻ ഗുഡ്സ് റിട്ടേൺ പെയ്ഡ് ക്യാഷ് ടു അരുൺ. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ ഓപ്പൺ ഐറ്റം സെലക്ഷൻ്റെ അവിടെ അക്കൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഏത് വെൻഡറിനാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 വെൻഡർ ഉണ്ട്, ABC ഉണ്ട്, അരുണും ഉണ്ട് അല്ലേ. സോ നമ്മൾ ഏത് വെൻഡറിനെ ചെയ്യുന്നത്? ഞാനിപ്പോൾ അരുണിനല്ല ചെയ്യുന്നത്. സോ അരുണിനെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അരുണിനെ അവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോളസ് കൊടുത്ത് സേവ് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്യാം. സോ ഇവിടെ പേയ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ടും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് /FBL1 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ എന്തായി? ഫുള്ള് ക്ലിയർ ആയില്ലേ. ഇപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 0 ആയിട്ടുണ്ട് ബാലൻസ്. കാരണം എന്താ? നമുക്കിവിടെ ആദ്യം ആ ഒരു ട്രാൻസാക്ഷൻസിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് നോക്കാം. ആദ്യം പർച്ചേസ് ചെയ്തിട്ട് ഞാൻ 10,000 റുപ്പീസ് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ട് ബാക്കിയുണ്ടായ 19,000 എമൗണ്ട്, 1 lakh 10,000 കുറച്ച് ബാക്കിയുണ്ടായ 90,000 എമൗണ്ട് ഞാനവിടെ പേയ്മെൻറ്റ് ചെയ്തു. നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എത്ര എമൗണ്ടാണ്? 0. ഫുൾ സീറോ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഇവിടെ ഗ്രീൻ കളറായി. നമുക്ക് നേരത്തെ അവിടെ എന്തായിരുന്നു? അവിടെ റെഡ് കളറിലായിരുന്നു ഓപ്പൺ ആയി നിന്നേച്ച്. സോ റെഡ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്തായി? ഗ്രീൻ ആക്കി. സോ ഇവിടെ ട്രാൻസാക്ഷൻ മൊത്തം നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗുഡ്സ് റിട്ടേൺ ചെയ്യാന്നുള്ളതും അതെങ്ങനെ നമുക്ക് ട്രാൻസാക്ഷനിൽ ചെയ്യാന്നുള്ളതും നമ്മൾ പഠിച്ചു. സോ നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അതിനെന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയോ ഇല്ല. നമ്മൾ അതിനെ റിട്ടേൺ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കുറച്ചിട്ടേ ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുകയുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എങ്ങനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാം, അതായത് ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെ കൊടുക്കാം, ഡൗൺ പേയ്മെൻറ്റ് മീൻസ് നമുക്ക് എങ്ങനെ അഡ്വാൻസ് കൊടുക്കാം, പാർഷ്യൽ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഉള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കാം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.